ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇത്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇടത്തരം കഷ്ണങ്ങളായി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ചതച്ച് വെക്കണം. അതിനായിട്ട് ഒരു 10 അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 1 കുടം വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5 പച്ചമുളക്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ച് വയ്ക്കാം. ചതച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അത് 2 പോർഷനായിട്ട് പകുതിയായിട്ട് മാറ്റി വെക്കാം. അതിൽ നിന്നും ഒരു പകുതി നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ചില പൊടികളൊക്കെ ചേർക്കാനുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ അധികം പുളിപ്പില്ലാത്ത തൈര്, ഒരു 1/2 കപ്പ് തൈര്, അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഇത് ഒന്ന് ഞെരടി യോജിപ്പിക്കാം. ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഞെരടി യോജിപ്പിക്കാം. തൈര് ചേർക്കുന്നത് ചിക്കൻ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. തൈര് ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിരിക്കും ഇറച്ചി. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എത്ര സമയം വേണമെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ 20 മിനിറ്റാണ് വെച്ചത് കേട്ടോ. ഇനി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അവിടെ ഇരിക്കട്ടെ. അടുത്തായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 4 സവോള, ഒരു മീഡിയം സൈസിലുള്ള സവോള 4 എണ്ണം സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവോളയെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ ചേർക്കാനായിട്ട് വറുത്തെടുക്കില്ലേ, അതുപോലെ നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ഉപ്പൊക്കെ ചേർത്താണ്, അതുകൊണ്ട് നോക്കി വേണം ഉപ്പ് ചേർക്കാനായിട്ട്. കുറച്ച് ഉപ്പ് മതി. സവാള വഴന്നിട്ടാനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ കളർ മാറുന്ന വരെ വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ സവാളയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്, കളറെല്ലാം മാറി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിനെ കോരി മാറ്റാം. നമ്മൾ നേരത്തെ അരപ്പ് പുരട്ടി വെച്ച ചിക്കനില്ലേ, അതിലേക്ക് നമുക്ക് ഈ സവോളയെല്ലാം ഇട്ട് കൊടുക്കാം. സവോളയെല്ലാം ചേർത്തതിന് ശേഷം ഒന്നും കൂടെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ സവോളയുടെ ചൂടൊന്ന് മാറിയിട്ടത് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ സവോള വറുത്ത അതേ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ചീരകം കൂടെ ചേർത്ത് അതും കൂടെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വരട്ടെ. പെരിഞ്ചീരകം പൊട്ടിയതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങാക്കൊത്താണ് കേട്ടോ. 1 മുറി തേങ്ങയുടെ പകുതിയാണ് ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു 1/4 തേങ്ങ കൊത്തുകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ഒന്ന് കളറ് മാറി ഒരു ചുമന്ന കളറാവണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. വഴന്ന് വരട്ടെ. തേങ്ങയൊക്കെ കളറ് മാറി വന്ന സമയത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന അരപ്പില്ലേ ബാലൻസ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു മൂത്ത മണം വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് 2 തക്കാളി, ഇടത്തരം തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്, ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വഴന്ത കിട്ടണം കേട്ടോ, അതുവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരപ്പ് പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
തക്കാളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. ആ എണ്ണയിൽ കിടന്ന് ചിക്കൻ ഒന്ന് മൂത്ത് വരണം. 5 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. 5 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. മൂടി വെച്ച് കൊടുക്കുമ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും കേട്ടോ. ഒരു മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 2 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച പാത്രം ഉണ്ടല്ലോ, ആ പാത്രം ഒന്ന് കഴുകി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം ഉണ്ട്. നമ്മളിവിടെ റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഡ്രൈ റോസ്റ്റ് അത്ര അങ്ങ് ഡ്രൈ ആക്കത്തില്ല കേട്ടോ. കാരണം നമുക്കിവിടെ ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാനാണ്. അപ്പോൾ അതൊരു കുഴഞ്ഞ പരുവത്തിലാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇതെല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇളക്കിയതാ. ഇത്രയും വെള്ളമുണ്ട് കേട്ടോ. ഈ വെള്ളം നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് വറ്റിച്ചെടുക്കാം. 5 മിനിറ്റ് കൂടെ ഇങ്ങനെ കിടക്കട്ടെ. ആ സമയത്ത് ഇത് നന്നായിട്ടൊന്ന് വറ്റി കിട്ടും. ഇനി ഇതിലേക്ക് 1-2 ഐറ്റംസ് കൂടെ ചേർക്കാനുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് വറ്റി വരട്ടെ. വീണ്ടും ഒരു 6-7 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ റോസ്റ്റൊക്കെ തയ്യാറായിട്ടുണ്ട്. വറ്റി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡ്രൈ റോസ്റ്റ് അല്ല. ഈ പരുവത്തിൽ കുഴഞ്ഞിരിക്കുന്ന പരുവത്തിൽ. ഇനിയും കുറച്ചും കൂടെ ഈ പാത്രത്തിലിരുന്ന് തന്നെ ഒന്ന് കുറുകി വരും കേട്ടോ. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റ് നല്ല അഭിപ്രായം കിട്ടിയൊരു ചിക്കൻ റോസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.